CMF ഫോൺ 1 നത്തിങ് എന്ന കമ്പനിയുടെ ബജറ്റ് സെഗ്മെൻറ്റിലെ ആദ്യത്തെ ഫോൺ. ബജറ്റ് സെഗ്മെൻറ്റിൽ ഇറക്കിയിരിക്കുന്ന ഈ ഫോൺ ഏതായാലും കൊള്ളാം. പക്ഷേ കോസ്റ്റ് കട്ടിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നത്തിങ്ങിൻ്റെ എല്ലാ ഫോണുകളെയും പോലെ CMF ഫോണും ഓൺലൈൻ എക്സ്ക്ലൂസീവ് തന്നെയാണെന്ന് പറയാം. ഏതായാലും ലോക്കൽ ഷോപ്പുകളിൽ ചോദിക്കുമ്പോൾ നത്തിങ്ങിൻ്റെ ഫോണ് കിട്ടാനേ ഇല്ല. ഓക്കെ, അങ്ങനെ ഫോണൊക്കെ അൺബോക്സ് ചെയ്തു. ഏതായാലും ഇതിൻ്റെ കവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫോണിൻ്റെ കവർ വാങ്ങി അറിയാമല്ലേ, എനിക്കൊന്ന് ഐഫോണുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. വളരെ തിന്നായിട്ടുള്ള സൈസിലുള്ള കവർ. അതോടൊപ്പം നത്തിങ്ങിൻ്റെ മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാമറയിലാണ്. പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽസും കൊള്ളാം. ഡ്യുവൽ സിം ഫോണാണ്. 6GB 128GB വെർഷനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നത്തിങ്ങിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് UK ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചർഡ് ബൈ നത്തിങ് ടെക്നോളജി ലിമിറ്റഡ്, അഡ്രസ് ബെഡ്ഫോർഡ് ഹൗസ്, ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം ഉണ്ടാവും. ഏതായാലും അത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം തോന്നും. കാരണം മെയ്ഡ് ഇൻ ചൈന എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. USB C to C കേബിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നോർമലായിട്ട് ഏതെങ്കിലും C കേബിൾ ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചാർജ് ചെയ്യാം. 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഒരു സിം ഇജക്റ്റിംഗ് ടൂളാണ്. അപ്പം നമുക്കറിയാം സാധാരണ രീതിയിലുള്ള സിം ഇജക്റ്റിംഗ് ടൂളിനെ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് സിം ഇജക്റ്റിംഗ് ടൂളും കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ഇതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ CMF ബൈ നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു യൂസർ മാനുവലാണ്. ഇതൊക്കെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. മാർക്കറ്റിങ്ങിന് വേണ്ടി മെയിനായിട്ട് അവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് ഇതിൻ്റെ റീപ്ലേസബിൾ ബാക്ക് പാനലാണ്. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യമില്ല. നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള ബാക്ക് പാനലും ഇതൊന്നും ചെയ്യാനുള്ള ആൾക്കാർ മിക്കവാറും ഫോൺ വാങ്ങാം അല്ലേ. ഏകദേശം 16,000 രൂപയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇതിൻ്റെ വില. എന്നാൽ ഓഫർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 12,000 രൂപയ്ക്കാണ്. അപ്പം 16,000-ന് എനിക്കിത് വർത്തായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ മോട്ടോ G35 അതുപോലെ തന്നെ ഒരുപാട് മോട്ടോള ഫോൺസൊക്കെ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തു. ഏതായാലും ഇതിൻ്റെ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ പോരായ്മകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ ഫോണ് ഡിസൈൻ ബേസ് ഫോണ് ഒരു വെറൈറ്റി ലുക്കാന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്ക് റിമൂവ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ബാറ്ററി മാറ്റാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റാൻ പറ്റില്ല. വെറുതെ കവറ് മാത്രം മാറ്റി വെക്കാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ക്യാമറ നിങ്ങൾ 2 ക്യാമറ കാണുന്നുണ്ടാവും. പക്ഷേ ഇതിലൊരു ക്യാമറ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അൾട്രാ വൈഡൊന്നുമല്ല. നോർമൽ ഒരു ഡെപ്ത് സെൻസറും പിന്നെ 50 മെഗാ പിക്സലിൻ്റെ സോണീൻ്റെ തന്നെ ഒരു സെൻസറാണ്. സോണീൻ്റെ ക്യാമറ നിങ്ങൾക്കറിയാം. ഏതായാലും സാംസങ് ക്യാമറയെക്കാളും കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് സോണി ക്യാമറകൾ സാധാരണ തരാറുണ്ട്. നമുക്ക് നോക്കാം ഏതായാലും. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ വരുന്നത് ഒരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. നോർമലായിട്ടുള്ള കർവി ഡിസൈനിന് പകരം ഒരു ബോക്സി ഡിസൈൻ. അതുപോലെ തന്നെ സൈഡിലൊരു പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ USB-C പോർട്ട്, പിന്നെ ഒരു മോണോ സ്പീക്കറാണ് ഇതിൽ. നോർമലായിട്ട് നമുക്കറിയാം ഇപ്പം സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരു മോണോ സ്പീക്കർ, പിന്നെ ഒരു ഡ്യുവൽ സിം കാർഡ് സ്ലോട്ടാണ്. നമുക്കതിലേക്കൊക്കെ വരാം. പിന്നീട് ഹാർഡ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റി, മീഡിയാടെക്കിൻ്റെ ഡയമണ്ട്സിറ്റി ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ പറ്റുന്നൊരു ചിപ്സെറ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ ഫോൺ നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഏതായാലും സെറ്റപ്പ് ചെയ്യാൻ കണക്ട് ടു വൈഫൈ എന്ന് പറയുന്നുണ്ട്. ഏതായാലും സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ പഴയ ഫോണിലെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഒന്നും പോകാതെ തന്നെ നമുക്ക് ഈ ഫോണിൽ തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നത്തിങ് OS 2.6 ആണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നത്തിങ് OS 3.0 ഉണ്ട്. ഏതായാലും അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. അപ്പം 2.6 എൻ്റെ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് ഏതായാലും കാണാൻ. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, ചൂസ് യുവർ വിഷ്വൽ സ്റ്റൈല്. നത്തിങ് OSൻ്റെ തന്നെ തീം വേണോ അതോ ആൻഡ്രോയിഡിൻ്റെ തീം വേണമെന്നോ? കുറച്ച് പ്രായമായിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കുറച്ചും കൂടെ വലിയ ഐക്കൺസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നത്തിങ് OS കുറച്ചും കൂടെ ഒരു മോണോക്രോമാറ്റിക് ആയിട്ടുള്ള തീമിലുള്ളതാണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ളതാണ്. കുറച്ച് ബാറ്ററി കൺസപ്ഷനൊക്കെ അത് കുറക്കുക. എന്നാലും എനിക്ക് വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് അത് തോന്നും. പക്ഷേ നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് കംഫർട്ട് കുറയുന്നു. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ആൻഡ്രോയിഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഏതായാലും നത്തിങ് OS ഒന്ന് ചൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ നത്തിങ് OS റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈന്. ബിജറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും നമുക്ക് കണ്ടില്ലേ, മെയിൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ളത്. സാധാരണ രീതിയിൽ നമുക്കറിയാം ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നത്തിങ് OSൽ യാതൊരു ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വരും. ഏതായാലും ഇതിന് ഫ്ലൂയിഡിറ്റിയും അടിപൊളി തന്നെയാണ്. കാരണം 120 ഹെഡ്സ് ഡിസ്പ്ലേ ആണ്. പിന്നെ വേറെ കാര്യം, നമുക്കറിയാം ലോവർ ബജറ്റിലുള്ള ഫോണുകളിലൊക്കെ മിക്കവാറും ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ബ്ലോട്ട്വെയർ എന്ന് പറയുന്നത് നമുക്കറിയാം അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്സൊക്കെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് വരും. ചിലതാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുത്തിപ്പിടിച്ചിരുന്ന് നമ്മൾ അൺഇൻസ്റ്റാളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ ബ്ലോട്ട്വെയർ പോലും ഇതിലില്ല.
ആകെയുള്ളത് ഒരു നത്തിങ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അത് നത്തിങ്ങിൻ്റെ ഇയർഫോൺസ്, അതായത് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. പിന്നെ യൂട്യൂബ്, അതുപോലെ തന്നെ ഫോട്ടോസ്, അതൊക്കെ നോർമലായിട്ട് നമുക്ക് ഗൂഗിളിൽ വരുന്ന ആപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. നത്തിങ് OS വൺ ഓഫ് ദ ബെസ്റ്റ് OS ആണെന്ന്. ലൈറ്റായിട്ടുള്ളൊരു OS ആണ്. അതായത് ലൈറ്റായിട്ടുള്ള ഒരു OSൽ നല്ലൊരു ഹാർഡ്വെയർ കൂടി ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാലം നമുക്ക് ഹാങ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നത്തിങ് നമുക്കറിയാം സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ചെറിയ ബേസിക് മാക്സിമം സ്പെസിഫിക്കേഷൻ. അതിലൊരു ഉദാഹരണമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. 120 Hz ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഏതായാലും നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ എൻ്റെ ചാനലിനെ നമുക്ക് സെർച്ച് ചെയ്യാം. A4 Explore. വളരെ മികച്ച ഒരു ക്വാളിറ്റി ഇത് തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ AMOLED പാനലാണ്. അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ കുറച്ചും കൂടെ ബൂസ്റ്റഡ്, അതായത് കുറച്ചും കൂടി വിവിഡ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സാധാരണ രീതിയിൽ LCD പാനൽസൊക്കെ ഉള്ള ഫോണുകളിൽ നമുക്കറിയാം കളേഴ്സ് അത്ര വൈബ്രൻ്റ് ആയിരിക്കില്ല. ഏതായാലും കളേഴ്സ് കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സൊക്കെ നല്ല രീതിയിൽ കിട്ടും. ഏകദേശം 800 nits അല്ലെങ്കിൽ 700 nits വരെ നോർമലായിട്ട് ഇത് ബ്രൈറ്റ്നസ് തരും. അതുപോലെ തന്നെ HDR വീഡിയോസ് കാണുന്ന സമയത്ത് 2000 നിറ്റ്സ് എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു അളവാണ്. അത്രയധികം ബ്രൈറ്റ്നസ് ഇതിന് തരാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നത്തിങ്ങിൻ്റെ സർവീസ് സെൻറ്റേഴ്സൊക്കെ ഇപ്പം നാട്ടിലൊക്കെ വരാൻ തുടങ്ങി. ഏതായാലും 16,000 രൂപ എടുത്ത് 1,500 രൂപയുടെ ബാക്ക് പാനലൊന്നും ഏതായാലും ആരും മാറ്റാൻ പോകുന്നില്ല. ബാക്ക് പാനൽ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്ക്രൂ ഡ്രൈവർ അവർ ഫ്രീ ആയിട്ട് തരും. ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ബാക്ക് പാനലും നമുക്ക് റിമൂവ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക്, ഏതായാലും ഞാനിത് റിമൂവ് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു ഫോണാണ്. വീഡിയോസിലെല്ലാം കാണുന്ന പോലെ ഇത് ബെൻഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഡ്രോപ്പ് ടെസ്റ്റൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷനും വളരെ നല്ലതാണ്. ഇതിൽ മുകളിലൊരു നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ താഴെ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് ഉണ്ട്. നമുക്കിത് സിം ട്രേ ഒന്ന് ഊരി നോക്കാം എങ്ങനെയുള്ള സിം ട്രേ ആണ് ഇതെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിം എജക്ടർ ടൂള്. അപ്പോൾ ഇതാണ് സിം ട്രേ. ഒന്നെങ്കിൽ 2 സിം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു സിം, ഒരു SD കാർഡ് 2 TB വരെ നമുക്ക് എക്സ്ട്രാൻഡ് ചെയ്യാൻ പറ്റും. ഏതായാലും ഇതിൻ്റെ സൗണ്ട് ക്യാപ്ചറിങ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തേക്കാം, നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട്. പിന്നെ പെർമിഷനൊക്കെ കൊടുക്കണം. ഹലോ, അപ്പം നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് സൗണ്ട് ടെസ്റ്റാണ്. നത്തിങ് ഫോൺ 1 അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൂടെ നോക്കാം. ഹലോ, അപ്പം നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് സൗണ്ട് ടെസ്റ്റാണ്. നത്തിങ് ഫോൺ 1 അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൂടെ നോക്കാം. നത്തിങ് വോയിസിൽ ഫോട്ടോസ്, ഗൂഗിൾ ഫോട്ടോസ് ആപ്പാണ് വരുന്നത്. അപ്പം ഗൂഗിൾ ഫോട്ടോസിൽ സാധാരണ ഉള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മാജിക് എറേസർ, നമുക്ക് വേണ്ടാത്ത ഒബ്ജക്റ്റൊക്കെ എറേസ് ചെയ്യാൻ പറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർട്രേറ്റ് ഷോട്ട്സ് എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു പോർട്രേറ്റ് ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതൊരു പോർട്രേറ്റ് ഫോട്ടോയാണ്. അതോടൊപ്പം തന്നെ ഈ ചെടിയുടെ ഒരു പോർട്രേറ്റ് ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റുകളുടെ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം. ബാക്ക് ക്യാമറയിലെടുത്ത ഫോട്ടോൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. ഇനി കുറച്ച് നൈറ്റ് ഷോട്ടുകൾ നമുക്ക് നോക്കാം. നോർമലായിട്ടുള്ള ഒരു എൻവയറമെൻറ്റിൽ നമുക്ക് നല്ല ഫോട്ടോസ് തന്നെ ഇത് കാണുന്നുണ്ട്. ഗ്രെയിൻസ് കമ്പാരേറ്റീവ്ലി കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ലൈറ്റിൻ്റെ ഷാഡോസ് അല്ലെങ്കിൽ ലൈറ്റ് സ്പ്രെഡ് ആവുന്ന രീതിയിൽ നൈറ്റ് മോഡ് ഓൺ ചെയ്യുമ്പോൾ ഫോട്ടോസിൽ ലഭിക്കുന്നുണ്ട്. ഇത് വളരെ ലോ ലൈറ്റിലുള്ള ഒരു എൻവയറമെൻ്റ് ആണ്. ഏതായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു ഫോട്ടോ ക്ലാരിറ്റി വിത്തൗട്ട് ഗ്രെയിൻസ് കിട്ടുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നൈറ്റ് മോഡിലെ ഫോട്ടോസ്? പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ സെക്ഷനിൽ, വീഡിയോയിൽ നമുക്ക് സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഫുട്ടേജ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ സ്റ്റെബിലൈസ് ആണെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസ് ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. ഫുൾ HD 1080p നല്ലൊരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 4K 30 FPS വരെ ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നീട് നമ്മുടെ ചുറ്റുമുള്ളത് ഈ പൂവാണ്. ഇതൊരു വെള്ളപ്പൂ. അത് നമ്മൾ അടുപ്പിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു റോസ് പൂ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നീട് ഈ പൂവും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെല്ലാം നമ്മുടെ മുളക് ചെടി ഇവിടെ ഉണ്ട്. മുളക് ചെടീൻ്റെ അനിയനും രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. നല്ല ലൈറ്റുള്ളൊരു എൻവയറമെൻറ്റിൽ നല്ല വീഡിയോ ക്വാളിറ്റി തന്നെ ഇത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മൈക്കും അതും അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷനൊക്കെ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ഇതിൻ്റെ ഫോക്കസിങ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ ഫോക്കസിങ്ങും അതിൻ്റെ ലെൻസ് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്. വളരെ ഡാർക്കായിട്ടുള്ള എൻവയറമെൻറ്റിൽ സോണി IMX882 ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതൊരു ഗെയിമിംഗ് ഫോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗെയിമിംഗ് ഫോണൊന്നുമല്ല. 120 Hz ഏതായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വരുന്ന ഡയലറാണ്. ഡയലർ ഗൂഗിളിൻ്റെ തന്നെ ഡയലറാണ്. ഫ്രണ്ട് ക്യാമറ എനിക്കൊന്ന് അത്യാവശ്യം വെളുപ്പിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഏതായാലും 16,000 രൂപയ്ക്ക് ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഒരുപാട് നല്ല ക്യാമറ സെൻട്രിക് ഫോണൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ OS അത് തന്നെയാണ് ഇതിൻ്റെ സെല്ലിംഗ് ഫാക്ടർ. അതായത് ഒരുപാട് വർഷത്തേക്ക് നമുക്ക് OSനെ പറ്റി ചിന്തിക്കാറുണ്ട്. കാരണം നമുക്കറിയാം പണ്ടത്തെ സാംസങ് ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ സംഭവം ഹാങ് ആവാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റെഡ്മി ഫോൺസുകൾ വന്നിട്ട് ഒരുപാട് ഇത് വന്നു. പിന്നെ ഇപ്പം റെഡ്മിയുടെ സോഫ്റ്റ്വെയറും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. പിന്നെ റിയൽമീൻ്റെ പ്രശ്നം നമുക്കറിയാം. റിയൽമിയും അതുപോലെ തന്നെ വിവോയും ഓപ്പോവും OnePlus എല്ലാം ഒരേ കമ്പനി തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ഫോണുകൾ അവർ BBK ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചൈനീസ് കമ്പനി മാനേജ് ചെയ്തുകൊണ്ടായിരിക്കും പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും ബജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാറില്ല. നത്തിങ് ഫോൺ വാങ്ങിയാലുള്ള ഇതൊരു പുതിയൊരു ബ്രാൻഡാണ്. പക്ഷേ നത്തിങ് OS അല്ലെങ്കിൽ നത്തിങ് ഫോൺ വാങ്ങിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം. സാധാരണ ഒരു നോർമൽ ഫോൺ എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ ഇതിലും കുറഞ്ഞ പൈസകളൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ ഇവർ ഇറക്കുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് ഫോണായിരിക്കും. അതായത് നമുക്കറിയാം നത്തിങ്ങിൻ്റെ 1 ഇറങ്ങി, നത്തിങ് ഫോൺ 2 ഇറങ്ങി, ഇപ്പോൾ ഇതാ 3 ഇറങ്ങി. അതുപോലെ തന്നെ CMF ബയോ സെഗ്മെൻറ്റിൽ CMFൻ്റെ ഫോൺ ഇറങ്ങി. അങ്ങനെ വളരെ കുറച്ച് ഫോണുകൾ മാത്രമേ ഇവർ ഇറക്കൂ. അതും ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെ ഗ്യാപ്പ് കിട്ടും. അപ്പം ആ ഫോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഇവർ ഇറക്കുന്ന ഫോണുകൾ വളരെ ഐഫോണോ അല്ലെങ്കിൽ ആപ്പിളെല്ലാം ഇറക്കുന്ന പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോണുകൾ ഒരു നിശ്ചിത കാലമുള്ളൂ. അപ്പം അത് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ഫോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇവർക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അവർ ഫോൺസ് ഇമ്പ്രൂവ് ചെയ്ത്, അതായത് ഒരുപാട് ഫോണുകൾ ഇറക്കിയിട്ട് മാക്സിമം മാർക്കറ്റ് പിടിക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോണുകൾ ഇറക്കുക, എന്നാൽ ആ ഫോണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. അപ്പം അങ്ങനെ വേണ്ടുന്നവർക്ക് തീർച്ചയായിട്ടും, അതായത് ഫോണുകൾ എപ്പോഴും മാറ്റണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം OnePlusൻ്റെ CEO ആയിരുന്നു കാൾപേ. അദ്ദേഹം OnePlus എന്ന് മാറി ഇപ്പം നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കമ്പനി തുടങ്ങും. ടെക്നോളജി പരമായിട്ട് ഒരുപാട് ഇന്നോവേഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ നോർമലായിട്ടുള്ള ഫോണുകൾ മാത്രമേ ഇവർ ഇറക്കുന്നുള്ളൂ. ഇനിയിപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്കൊക്കെ ഈ കമ്പനി തീർച്ചയായിട്ടും ഫോണുകൾ ഇറക്കുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഷവോമിയൊക്കെ ആദ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കി ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇറക്കുന്ന പോലെ തീർച്ചയായിട്ടും നത്തിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 5 അല്ലെങ്കിൽ ചിലപ്പം കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. വലിയൊരു ബ്രാൻഡിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം.